എല്ലാവർക്കും നമസ്കാരം. എന്നോട് പലരും ഈ വിഗ്രഹം ഉറപ്പിക്കുന്നതിനെ പറ്റിയിട്ടുള്ള സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വിഗ്രഹം, അതായത് ബിംബവും പീഠവും തമ്മിൽ നമ്മൾ എങ്ങനെയാണ് ഉറപ്പിക്കുക, അല്ലെങ്കിൽ ആ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പലരും സംശയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് അഷ്ടബന്ധം എന്ന് പറഞ്ഞിട്ട് 8 സാധനങ്ങളുടെ കൂട്ടുകൊണ്ടാണ് അഷ്ടബന്ധം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കും. അത് 8 ദ്രവ്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു മിശ്രിതമാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പീഠവും ബിംബവും തമ്മിൽ ഉറപ്പിക്കുക. അതിന് അഷ്ടബന്ധ കലശം എന്നൊക്കെ പറയും. അതായത് ഈ ഒരു അഷ്ടബന്ധ ക്രിയ ചെയ്യണമെങ്കിൽ ഇത്ര ദിവസത്തെ പ്രായശ്ചിത്ത ക്രിയകൾ, പ്രായശ്ചിത്ത ഹോമങ്ങൾ, പൂജകളൊക്കെ ചെയ്തിട്ട് വേണം വിശേഷ കലശം ആടിയിട്ട് ദേവന് മുഹൂർത്തത്തിൽ അഷ്ടബന്ധ ക്രിയയൊക്കെ ചെയ്ത് പ്രതിഷ്ഠിക്കാൻ. പുതിയ അമ്പലങ്ങളിലൊക്കെ അങ്ങനെയാണ് ചെയ്യുക. ഇനി എന്തിനാണ് ഈ അഷ്ടബന്ധം ഉപയോഗിക്കുന്നത്? ബിംബവും പീഠവും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അത് കൃത്യമായിട്ട് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ വിഗ്രഹം ഇളകിപ്പോകുന്ന മാത്രമല്ല, ദിവസവും അഭിഷേകം ചെയ്യുന്ന ജലവും പൂവും ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൃമികീടങ്ങൾ വളർന്ന് അശുദ്ധി വരും. ദേവൻ്റെ ചൈതന്യത്തിന് അത് വിപരീതമായിട്ട് വരും. അനുഗ്രഹകലയായിട്ടുള്ള ദേവൻ നിഗ്രഹകലയായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ദേവചൈതന്യത്തിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ അഷ്ടബന്ധം ഇട്ട് ഉറപ്പിക്കുന്നത്. എപ്പോഴാണ് നമ്മളൊരു അഷ്ടബന്ധ കലശം നടത്താൻ ചോദിച്ചാൽ 12 വർഷം കൂടുമ്പം, ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് 12 വർഷം കൂടുമ്പം ഈ അഷ്ടബന്ധം പഴയതുണ്ടെങ്കിൽ അത് മാറ്റി കളഞ്ഞ് പുതിയതിടണം എന്നാണ് പറയുക. അല്ലെങ്കിൽ പഴയതൊക്കെ പോയിട്ടുണ്ടാവും, അത് അത്ര കാലമൊന്നും നിൽക്കാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥയും ഉപയോഗിക്കുന്ന പൂജാദ്രവ്യങ്ങളുടെയൊക്കെ ഇത് വെച്ചിട്ട് 12 വർഷം ആകുമ്പോഴത്തേക്ക് അത് ഇളകി പോയിട്ടുണ്ടാവും. അപ്പോൾ പുതിയ അഷ്ടബന്ധം ഉണ്ടാക്കി അതടിച്ച് ചൂടാക്കി നൂല് പോലെയാക്കിയിട്ടാണ് പീഠവും ബിംബവും കൂടെ ഉറപ്പിക്കുക. അതിന് പ്രത്യേക ശംഖുപൊടിയും ഒക്കെ ചേർത്ത് വേണം ഉറപ്പിക്കുക. പിന്നെ ഒരു 41 ദിവസം അഭിഷേകം പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞ്, കലശാടി ഉറപ്പിച്ച് കഴിഞ്ഞാൽ അത് ദേവന് ചൈതന്യമായിട്ട് നിൽക്കും. ആ സംഭവം കുറേ കാലം ഉറച്ച് നിൽക്കുകയും ചെയ്യും. അങ്ങനെ വേണം അഷ്ടബന്ധം ഉപയോഗിക്കാൻ. എല്ലാവർക്കും ഈശ്വരന്മാരുടെയും കാരണന്മാരുടെയും ഭഗവാന്റെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.